ഹായ് ഡിയേഴ്സ്, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു വ്ളോഗാണ്. പിന്നെ നമ്മളടുത്തു നിന്ന് ചെടികൾ വാങ്ങുന്നവരും ഇനി വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നവർക്കൊക്കെ അവരോടൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം കൂടി പറയാനുണ്ട്. അപ്പോൾ ഇന്ന് ഞായറാഴ്ച എടുത്തിട്ടുള്ളൊരു വീഡിയോ തന്നെയാണ്. ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നൊരു വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടു നോക്കാം. അപ്പോൾ അത് ആ കിച്ചണിലേക്ക് പോകുന്നതിന് മുന്നേ ആദ്യം ചെയ്യുന്നൊരു പണിയാണ് കേട്ടോ അത്. ചെടികളുടെ അടുത്തൊക്കെ ഒന്ന് വന്ന് അവരുടെ വിശേഷങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിട്ടേ ഞാൻ ബാക്കി പണികളൊക്കെ തുടങ്ങുള്ളൂ. അല്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. അപ്പോൾ എത്ര സമയം വൈകിയാലും ഒരു 2 മിനിറ്റെങ്കിലും ഇവിടെ ഒന്ന് വന്നിട്ടേ ഞാൻ ബാക്കി പണികളൊക്കെ തുടങ്ങുള്ളൂ. അപ്പോൾ ഒരു ചായയൊക്കെ കുടിച്ചതിന് ശേഷം ഇങ്ങനെ ഗാർഡനിലേക്ക് ഇറങ്ങിയതാണ്. അപ്പോൾ ഇതാ ബ്രേക്ക്ഫാസ്റ്റിന് അരിപ്പൊടി കൊണ്ടുള്ള ദോശയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതിലേക്ക് തലേന്നത്തെ മീൻകറി ഉണ്ടായിരുന്നു. അപ്പോൾ ദോശയും മീൻകറിയും നല്ല ഇഷ്ടമാണ് എല്ലാവർക്കും. അപ്പോൾ അതാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഇന്ന് നല്ലൊരു അടിപൊളി സംഭവം കൂടെ നിങ്ങളെ കാണിച്ചു തരാനുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇന്നലെ ഈ ടെറാക്കോട്ട പോട്ട്സും അതേപോലെ ഡെക്കറേറ്റംസ് ഒക്കെ സെയിൽ ചെയ്യുന്ന ഒരു ഷോപ്പിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് ഞാനൊരു 2 ഐറ്റംസ് വാങ്ങിയിട്ടുണ്ട്. അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. പിന്നെ എൻ്റെ അടുത്തുനിന്ന് ചെടികളൊക്കെ വാങ്ങിക്കുന്നവരോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇനി മുതൽ എന്താ പറയുക, സെയിലിനുള്ള അവൈലബിൾ പ്ലാൻസും അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നത് എൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലൂടെ ആയിരിക്കും കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ അങ്ങനെ ആക്റ്റീവ് അല്ല. ഇനി മുതൽ ഒന്ന് ആക്റ്റീവ് ആവണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും അതൊന്ന് ഫോളോ ചെയ്യാം കേട്ടോ. അപ്പോൾ പ്ലാൻസിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ, സെയിലിനുള്ള പ്ലാൻസിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ അതിൽ ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. പിന്നെ യൂട്യൂബിൽ ഇങ്ങനെ ഇതുപോലെയുള്ള വ്ളോഗ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും അതും കൂടെ ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക. പിന്നെ എൻ്റെ വീഡിയോസ് അധികം കാണുന്നവർ ചെടികൾ ഇഷ്ടപ്പെടുന്നവർ മാത്രമാണ് അധികം നമ്മുടെ വീഡിയോസ് കാണുക. അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ ഷെയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിനൊരു സന്തോഷമാണ്. നമുക്കൊരുപാട് കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ ചെടികളുടെ സെയിലും കാര്യം മാത്രമായിട്ടുള്ള വീഡിയോസ് ചെയ്യുമ്പോൾ എനിക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഷെയർ ചെയ്യാനോ ഒന്നും പറ്റില്ല. അപ്പോൾ ഇനി കുറച്ച് സമയം മെസ്സേജിനൊക്കെ റിപ്ലൈ കൊടുക്കുന്ന സമയമാണ്. അപ്പോൾ നാളെ പ്ലാൻസൊക്കെ അയക്കാനുള്ളതാണ് കുറേ പേർക്ക്. അപ്പോൾ അവർക്കൊക്കെ ഒന്ന് റിപ്ലൈ കൊടുക്കുകയാണ്. പിന്നെ അതാ ലഞ്ചിന് മന്തിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അത് ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല കേട്ടോ. ഒരു തട്ടിക്കൂട്ട് മന്തിയാണ്, അങ്ങനെ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കാതെ. എന്നാലും കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാണ് ഞാനിങ്ങനെ ഉണ്ടാക്കിയാൽ. അപ്പോൾ അങ്ങനെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ ക്ലീനിങ്ങും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടൊന്നുമില്ല. അപ്പോൾ എല്ലാ ഭാഗവും ഇതുപോലെ ഇങ്ങനെ നീറ്റായി ഒന്ന് സെറ്റാക്കി കഴിഞ്ഞാൽ തന്നെ നമ്മളെ മനസ്സിനൊരു സമാധാനമാണല്ലോ. പണികളൊക്കെ കഴിഞ്ഞ് എല്ലാം ഒന്ന് അടുക്കി പെറുക്കി വെച്ച് ഒന്ന് വൃത്തിയായി കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഹാപ്പിയായി. അപ്പോൾ ഇനിയിപ്പോൾ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വേണം ഞാൻ ആ വാങ്ങിച്ചിട്ടുള്ള പോട്ട്സും കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിച്ചു തരാൻ. പിന്നെ ഞാൻ അവിടെ പോയപ്പോൾ എടുത്തിട്ടുള്ള കുറച്ച് വീഡിയോസും കൂടെ ഷെയർ ചെയ്യാനുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ പോയ ഷോപ്പ്. അപ്പോൾ ഈ ഒരു ഷോപ്പ് വരുന്നത് കോട്ടക്കലിനടുത്ത് സ്വാഗതമാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. പിന്നെ നമ്മൾ നല്ല ഡീറ്റെയിൽ ആയിട്ടൊന്നും വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല, കാരണം ഞങ്ങൾ പോയ സമയത്ത് നല്ല വെയിലായിരുന്നു. അതുകൊണ്ട് ഫ്രണ്ട് ഭാഗത്തൊക്കെ ഒരുപാട് വെറൈറ്റീസ് ഇരിക്കുന്നുണ്ട്, പക്ഷെ അതൊന്നും അങ്ങനെ വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല കേട്ടോ. പിന്നെ ഒരുപാട് പ്ലാന്റേഴ്സ് മാത്രമല്ല, ഒരുപാട് ഡെക്കറേറ്റംസും എല്ലാം ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഞാനിവിടുന്ന് 2 ഐറ്റംസ് മാത്രമാണ് ഇപ്പോൾ വാങ്ങിച്ചത്. പിന്നെ ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും നമുക്ക് ഓൺലൈനായിട്ടൊന്നും അയച്ചു കൊടുക്കാൻ പറ്റുന്നതല്ലല്ലോ, പൊട്ടിപ്പോവില്ല. എന്തായാലും ഇവിടെ വന്ന് വാങ്ങിക്കുന്നവർക്ക് നല്ല കളക്ഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ വാങ്ങിച്ചത് അൺബോക്സ് ചെയ്യാണ്. അപ്പോൾ ഒരു നല്ല സേഫായിട്ട് തന്നെ ന്യൂസ് പേപ്പറൊക്കെ വെച്ച് പൊതിഞ്ഞ് തന്നിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ ഇതാണ് കേട്ടോ ഒരൈറ്റം ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് പ്ലാന്റർ അല്ല, ഇത് നമുക്ക് നമ്മുടെ ഗാർഡനിലൊക്കെ ഹാങ്ങിങ് ആയിട്ട് വെക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഷോ പീസാണ് കേട്ടോ. അപ്പോൾ ഇത് സെറ്റ് ചെയ്യുന്ന വീഡിയോ ഒക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ കാണിക്കാം. എന്താണെന്ന് വെച്ചാൽ ഇതൊന്ന് പെയിൻറ്റ് ചെയ്ത് നല്ല ടെറാക്കോട്ട പെയിൻറ്റൊക്കെ ചെയ്തൊന്ന് ഭംഗിയാക്കാനുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള 2 എണ്ണമാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. പിന്നെ അതാ ഈ ഒരു പോട്ടാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. ഇങ്ങനത്തെ 3 എണ്ണമാണ് വാങ്ങിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഹാങ്ങിങ് ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പ്ലാന്ററാണ്. എപ്പോഴും ഇതുപോലുള്ള ടെറാക്കോട്ട പോട്ട്സ് സെറ്റ് ചെയ്യുമ്പോൾ നല്ല ഭംഗിയാണ് ഗാർഡനിൽ. അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ വീഡിയോ ഒക്കെ നിങ്ങളെ കാണിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്കും ഷെയറൊന്നും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും.